യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ ബൈബിളിലെ സാമൂഹ്യ ദർശനമെന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരായ നിങ്ങളെ ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് നിർധനരോടും പാവപ്പെട്ടവരോടും ആലംബഹീനരോടുമെല്ലാം എങ്ങനെയാണ് സമൂഹം പെരുമാറേണ്ടത്, അവർക്കെങ്ങനെയാണ് നീതി കൊടുക്കേണ്ടത്. ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നും പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നെല്ലാം നമ്മൾ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വായിക്കുകയായിരുന്നു. ആ ചിന്തകൾ നമ്മൾ ഈ എപ്പിസോഡിലും തുടരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് ചർച്ച ചെയ്യുവാൻ നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ഛനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഈ ദരിദ്രരോടും ആലംബഹീനരോടൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇടപെടേണ്ടതെന്നും അവർക്കെങ്ങനെയാണ് നീതി കൊടുക്കേണ്ടതെന്നൊക്കെ ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നൊക്കെ പറഞ്ഞു. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നാണ് നമ്മൾ അന്ന് ചിന്തിച്ചത്. അതൊന്ന് തുടർന്നാലോ? ദരിദ്രർക്ക് കൊടുക്കുന്ന പ്രത്യേക സംരക്ഷണത്തെക്കുറിച്ച്, അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടുവരികയായിരുന്നു. അപ്പം 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ വിഷയമായിട്ട് ദരിദ്രർക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രത്യേക നിയമനിർമ്മാണത്തെക്കുറിച്ചുള്ള നമുക്ക് ചർച്ച അവസാനിപ്പിച്ചിട്ട് മറ്റൊരു വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പം നിയമാവർത്തനം 14-ാം അധ്യായം 28-29 വചനങ്ങളിൽ ദരിദ്രർക്ക് കൊടുക്കുന്ന പ്രത്യേക സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 3-ാം വർഷം, സാബത്ത് കഴിഞ്ഞിട്ടുള്ള 3-ാമത്തെ വർഷം, സാബത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള 3-ാം വർഷം ലഭിക്കുന്ന വിളവുകളുടെ ദശാംശം ആർക്ക് പോകും എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് വായിക്കാവോ സാറേ? അവസാനം ആ കൊല്ലം നിനക്ക് ലഭിച്ച ഫലങ്ങളുടെ എല്ലാം ദശാംശം കൊണ്ടുവന്ന്, അതായത് 3-ാം വർഷമാണ്, ഓരോ 3-ാം വർഷത്തിൻ്റെയും അവസാനം ആ കൊല്ലം നിനക്ക് ലഭിച്ച ഫലങ്ങളുടെ എല്ലാം ദശാംശം കൊണ്ടുവന്ന് നിന്റെ പട്ടണത്തിൽ സൂക്ഷിക്കണം. നിങ്ങളുടെ പട്ടണത്തിൽ സൂക്ഷിക്കണം. ഓരോ 3-ാം വർഷത്തിൻ്റെ അവസാനം ലഭിക്കുന്ന ദശാംശം, അതിൻ്റെ ദശാംശം പട്ടണത്തിൽ സൂക്ഷിക്കണം. നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന നിനക്കുള്ളതുപോലെ ഓഹരിയും അവകാശവുമില്ലാത്ത ലേവ്യരും പരദേശികളും അനാഥരും വിധവകളും വന്ന് അവ ഭക്ഷിച്ച് തൃപ്തി അടയട്ടെ. അപ്പോൾ നിന്റെ ദൈവമായ കർത്താവ് എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. അപ്പം ദരിദ്രരോടുള്ള സംരക്ഷണം, അവർക്ക് നൽകുന്ന സംരക്ഷണം, അവർക്ക് നൽകുന്ന പരിഗണനയ്ക്ക് ദൈവം പ്രതിഫലം നൽകുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്തുമാത്രം നിയമങ്ങളാണ് ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് ദൈവം നൽകിയിരിക്കുന്നെന്നുള്ളതാണ്. അപ്പം ദരിദ്രരുടെ കാര്യത്തെക്കുറിച്ചാണ്, മറ്റാരും സഹായിക്കാനില്ലാത്ത, അതുപോലെ തന്നെ ജോലിക്കാരുടെ കാര്യത്തിനെക്കുറിച്ചാണ് പറയുന്നത്. മറ്റൊരു നിയമങ്ങൾ, ഒരുപാട് നിയമങ്ങളുണ്ട്. അതായത് ദിവസക്കൂലിക്ക് വേണ്ടിയിട്ട് ദിവസക്കൂലി ലഭിക്കാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന ആളുകൾ, അവരും ദരിദ്രരുടെ ഗണത്തിൽപ്പെട്ടവരാണ്. അവർക്ക് നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 24-ാമത്തെ അധ്യായം, നിയമാവർത്തന പുസ്തകം തന്നെ 24-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ്. അതായത് ജോലിക്കാരുടെ വേതനം ഓരോ ദിവസത്തിൻ്റെയും അവസാനം നൽകണം എന്ന് പറയുന്നുണ്ട്. 24:15 നിയമാവർത്തന പുസ്തകം. അവൻ്റെ കൂലി അന്നന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കൊടുക്കണം. അവൻ്റെ കൂലി അന്നന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കൊടുക്കണം, നീട്ടിവെക്കരുത്. അവൻ ദരിദ്രനും അതിനായി കാത്തിരിക്കുന്നവനുമാണ്. അവൻ നിനക്കെതിരായി കർത്താവിനോട് നിലവിളിച്ചാൽ നീ കുറ്റക്കാരനായി തീരും. അവൻ കർത്താവിനോട് നിലവിളിച്ചാൽ, അതിനായിട്ട് കർത്താവിനോട് നിലവിളിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ കൂലിക്കായിട്ട് നിലവിളിച്ചു കഴിഞ്ഞാൽ കർത്താവ് അത് കേൾക്കും, അവനെ കുറ്റപ്പെടുത്തും എന്നുള്ളതാണ്. അപ്പോൾ ദരിദ്രനും അതിനായിട്ട് കാത്തിരിക്കുന്നവനുമാണ്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. കർത്താവ് മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കുന്നതിൻ്റെ ഉപമ പറയുന്നുണ്ടല്ലോ. അപ്പോൾ 1 മണിക്കൂർ ജോലി ചെയ്തവനും കൊടുക്കുന്ന ഒരു തുല്യമായിട്ടുള്ള ഒരു വേതനം ഉണ്ടല്ലോ, ഒരു ധനാറ.
അപ്പോൾ ഇവിടെ അത് നീതിയാണ്, ദൈവത്തിൻ്റെ നീതിയാണ്. അതേക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. അതുപോലെ ലേവ്യരുടെ പുസ്തകം, അതായത് നീട്ടിവെക്കരുത് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അന്നന്ന് കൊടുത്തു തീർക്കണം. മാത്രമല്ല അത് പിറ്റേന്നായിട്ട് മാറ്റി വെക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ. അന്നന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കൊടുക്കണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ പിറ്റേ ദിവസത്തേക്കായിട്ട് മാറ്റി വയ്ക്കരുത് എന്ന് പറയുന്നുണ്ട് ലേവ്യരുടെ പുസ്തകം. നിങ്ങളുടെ അയൽക്കാരെ മർദ്ദിക്കുകയോ കൊള്ളയടിക്കുകയോ അരുത്. കൂലിക്കാരന് വേതനം നൽകാൻ പിറ്റേന്ന് രാവിലെ വരെ കാത്തിരിക്കരുത്. പിറ്റേന്ന് രാവിലെ വരെ കാത്തിരിക്കരുത് എന്ന് പറഞ്ഞാൽ അന്നന്ന് കൊടുക്കണം. ചെകിടരെ ശപിക്കുകയോ ഒരുവന്റെ വഴിയിൽ തടസ്സം വയ്ക്കുകയോ അരുത്. നിങ്ങളുടെ ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെടണം. ഇതെല്ലാം പറയുമ്പോൾ ദൈവത്തെ ഭയപ്പെടണം. നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. അതുപോലെ തന്നെ നിങ്ങളും ഈജിപ്തിൽ അടിമകളായിരുന്നു എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കണം. ഇതേ ആശയം തന്നെ ഇത് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് 22-ാം അധ്യായം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇതേ ആശയം കാണുന്നുണ്ട്. അതുപോലെ തന്നെ അടിമകളെ സാബത്ത് വർഷം സ്വതന്ത്രരാക്കണം എന്ന് പറയുന്നുണ്ട്. അടിമകളെ സ്വതന്ത്രരാക്കണം സാബത്ത് വർഷം. പക്ഷേ സ്വതന്ത്രരാക്കുമ്പോൾ അവരെ വെറും കൈയോടെ പറഞ്ഞയക്കരുത്. അവർക്ക് ജീവിക്കാനായിട്ടുള്ളത് വക കൊടുക്കണം എന്നുള്ളതാണ്. അതും കരുതലാണ് ഓർമ്മിപ്പിക്കുന്നത്. നിയമാവർത്തനം 15-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അത് കുറേയേറെ വാക്യങ്ങളുള്ളത് കൊണ്ട് നമുക്ക് ഇതാണ് ആശയം. അടിമകളെ സാബത്ത് വർഷം മോചിപ്പിക്കുമ്പോൾ അവർ സ്വതന്ത്രരാക്കപ്പെടുമ്പോൾ അവരോട് ഔദാര്യപൂർവ്വം പെരുമാറണം എന്നാണ് പറയുക. ഏതാനും വാക്യങ്ങളൊന്ന് വായിക്കാം. നിന്റെ ഹെബ്രായ സഹോദരനോ സഹോദരിയോ നിനക്ക് വിൽക്കപ്പെടുകയും നിന്നെ 6 വർഷം സേവിക്കുകയും ചെയ്താൽ 7-ാം വർഷം ആ ആൾക്ക് സ്വാതന്ത്ര്യം നൽകണം. സ്വാതന്ത്ര്യം നൽകി അയക്കുമ്പോൾ വെറും കൈയോടെ വിടരുത്. നിന്റെ ആട്ടിൻ പറ്റത്തിൽ നിന്നും മെതിക്കളത്തിൽ നിന്നും മുന്തിരിച്ചക്കിൽ നിന്നും അവന് ഉദാരമായി നൽകണം. നോക്കുക, അപ്പം ഒരു കാര്യം മാത്രമല്ല, നിന്റെ ആട്ടിൻ പറ്റങ്ങളിൽ നിന്നും പിന്നെ നിന്റെ ധാന്യങ്ങളിൽ നിന്നും അല്ലേ, പിന്നെ മുന്തിരിച്ചക്കിൽ നിന്നും ഉള്ളതെന്ന് പറഞ്ഞാൽ അവന് വേണ്ട വീഞ്ഞും കൊടുക്കുക ഉള്ളതാണ്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയ ദാനങ്ങൾക്കനുസരിച്ച് നീ അവന് കൊടുക്കണം. ഉദാരമായിട്ട് ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ഔദാര്യപൂർണമായിട്ടുള്ള ദാനമനുസരിച്ച് തന്നെ നിങ്ങൾ ഔദാര്യത്തോടു കൂടി പെരുമാറണം എന്നുള്ളതാണ്. പക്ഷെ നിയമങ്ങൾ നൽകുക മാത്രമല്ല, നിയമങ്ങൾ നൽകുന്ന എന്തിനാണ്? പാലിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പം പാലിക്കപ്പെടുന്നുണ്ടോ എന്നറിയാനായിട്ടുള്ള നിയമ സംവിധാനമുണ്ട്, നടപ്പാക്കാനായിട്ടുള്ള സംവിധാനവും ഏർപ്പാട് ചെയ്യുന്നുണ്ട് കർത്താവ്. അതായത് അപ്പോൾ ഇത് നീതിയും നിയമവും നടപ്പാക്കപ്പെടണം. എല്ലാ മനുഷ്യരും ഇതുപോലെയുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കണം. അവൻ്റെ മഹത്വത്തിനനുസരിച്ച് അവൻ ജീവിക്കണം. അതിനുള്ള സംവിധാനം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് ഇസ്രായേലിലെ ന്യായാധിപന്മാരെ ദൈവം നിയമിക്കുന്നതെന്നുള്ളതാണ്. അപ്പം അതേക്കുറിച്ച് നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അപ്പം നിയമം ഉണ്ടാക്കുക മാത്രമല്ല, ഉണ്ടാക്കിയിരിക്കുന്ന നിയമം നടപ്പിൽ വരുത്തണം. അതിന് നിയമ സംവിധാനങ്ങൾ വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉള്ള നിയമങ്ങളെക്കുറിച്ച് നിയമാവർത്തന പുസ്തകത്തിൽ 16-ാം അധ്യായം 19-ാമത്തെ വാക്യം. നിന്റെ വിധികൾ നീതിവിരുദ്ധമായിരിക്കരുത്. നീ പക്ഷപാതം കാട്ടുകയോ കൈക്കൂലി വാങ്ങുകയോ അരുത്. അപ്പോൾ ഇവിടെ സാറ് ഒരു കാര്യം ചെയ്യാമോ, 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. നിയമം 18-ാമത്തെ വാക്യം മുതൽ. നിന്റെ ദൈവമായ കർത്താവ് നൽകുന്ന പട്ടണങ്ങളിൽ ഗോത്രം തോറും ന്യായാധിപന്മാരെയും സ്ഥാനികളെയും നിയമിക്കണം. ഗോത്രം തോറും ന്യായാധിപന്മാരെയും സ്ഥാനികളെയും നിയമിക്കണം. ഇനി അവർ ജനങ്ങൾക്ക് നിഷ്പക്ഷമായി നീതി നടത്തി കൊടുക്കട്ടെ. ജനങ്ങൾക്ക് എന്നാണ്, എല്ലാവർക്കും നിഷ്പക്ഷമായി. നിഷ്പക്ഷത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ന്യായാധിപന്മാർ നിഷ്പക്ഷമായി, മുഖം നോക്കാതെ. പിന്നെ നിന്റെ വിധികൾ നീതി വിരുദ്ധമായിരിക്കരുത്. നീ പക്ഷപാതം കാട്ടുകയോ കൈക്കൂലി വാങ്ങുകയോ അരുത്. എന്തെന്നാൽ കൈക്കൂലി ജ്ഞാനിയെ അന്ധനാക്കുകയും നീതി നിഷേധിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നീ ജീവിച്ചിരിക്കുന്നതിനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യം കൈവശമാക്കുന്നതിനും വേണ്ടി നീതി മാത്രം പ്രവർത്തിക്കുക. ന്യായാധിപന്മാരെ നിയമിക്കുകയും അവർ നീതി മാത്രം പ്രവർത്തിക്കണമെന്നും അവർ കൈക്കൂലി വാങ്ങിക്കരുതെന്നും അവർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. അപ്പം ഈ ന്യായാധിപന്മാരെ നിയമിച്ചിട്ട് നീതി നടപ്പാകുന്നുണ്ടോ എന്നുള്ളതാണ് പറയാം. ഇനി
ഇതൊക്കെ ഇന്നത്തെ ന്യായാധിപന്മാരൊന്നും വായിക്കേണ്ടതാണല്ലോ. നമ്മൾ ആമോസിൻ്റെ പുസ്തകത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതേക്കുറിച്ച് പറയാം. വാസ്തവത്തിൽ എങ്ങനെയാണ് ഈ നീതി നിഷേധം നടക്കുന്നത് ന്യായാധിപന്മാരുടെ ഭാഗത്ത് നിന്നും എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ നിയമാവർത്തനം 1-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ, ഇതേ ഗ്രന്ഥം തന്നെ 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, ന്യായാധിപന്മാരുടെ നിയമനവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു കാരണവശാലും പക്ഷപാതം കാണിക്കാനായിട്ട് പാടില്ല എന്നുള്ള ഒരു കാര്യമാണ് നിയമാവർത്തന പുസ്തകം. ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം കാണിക്കാതെ ചെറിയവൻ്റെയും വലിയവൻ്റെയും വാദങ്ങൾ ഒന്നുപോലെ കേൾക്കണം. ന്യായവിധി ദൈവത്തിൻ്റെതാകയാൽ നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പ്രയാസമുള്ള തർക്കങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരും, ഞാൻ അവ തീരുമാനിച്ചുകൊള്ളാം. അപ്പോൾ ഇവിടെ ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം കാണിക്കാതെ ചെറിയവൻ്റെയും വലിയവൻ്റെയും വാദങ്ങൾ ഒന്നുപോലെ കേൾക്കണം. അവിടെ വലിപ്പച്ചെറുപ്പം ഒന്നും പരിഗണിക്കരുത് എന്നുള്ളതാണ്. അവൻ ദരിദ്രനാണ് അല്ലെങ്കിൽ അവർ സമ്പന്നനാണ്, അതിൻ്റെ ഒരു വ്യത്യാസം ന്യായം വിധിക്കുന്നതിൽ ഉണ്ടാകാനായിട്ട് പാടില്ല എന്ന് പറയുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷമൊന്നുമില്ല. അതെ, അത് അതേ ആശയം തന്നെ 16-ാമത്തെ നമ്മൾ വായിക്കുന്നില്ല. 16-ാമത്തെ അധ്യായം നിയമാവർത്തന പുസ്തകം 20-ാമത്തെ വാക്യത്തിൽ ബ്രൈബൊന്നും വാങ്ങിക്കരുത്. ന്യായാധിപന്മാർക്ക് കൊടുക്കുന്നൊരു ഉപദേശമാണ്, നിർദ്ദേശമാണ്. ഉപദേശത്തേക്കാൾ ഉപരിയായിട്ട് നമ്മൾ കൈക്കൂലി വാങ്ങിക്കാനായിട്ട് പാടില്ല എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ പിന്നീട് സംഭവിക്കുന്നത് എന്താണ്? സാറ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ന്യായാധിപന്മാർ തന്നെ കൈക്കൂലി വാങ്ങിക്കുന്നു, അവർ തന്നെ നിയമങ്ങൾ ലംഘിക്കുന്നു, വേലിവിളവ് തിന്നുന്നു. അപ്പോൾ അത് പിന്നീട് രാജാക്കന്മാരുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിലെ രാജാക്കന്മാർ ഭരണം നടത്തുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണത് വാസ്തവത്തിൽ. അപ്പോൾ ഇവിടെ ന്യായാധിപന്മാരുടെ രാജാക്കന്മാരുടെ ആവിർഭാവത്തിന് മുമ്പായിട്ട്, ഇസ്രായേലിൽ രാജഭരണം ഏർപ്പെടുന്നതിന് മുമ്പായിട്ട് തന്നെ ന്യായാധിപന്മാർ അഴിമതി കാണിക്കാൻ തുടങ്ങി. അതായത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് മനുഷ്യരെങ്ങനെ തുരങ്കം വെക്കുന്നു എന്നുള്ളതാണ്. അതായത് ഉടമ്പടി ജനത, ദൈവമായിട്ട് ഉടമ്പടി ചെയ്ത ജനത ഈ ഉടമ്പടി ലംഘിക്കുന്നു എന്നുള്ളതാണ്. സാമുവേലിൻ്റെ പുസ്തകം 1 സാമുവേൽ 8-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. സാമുവേൽ വൃദ്ധനായപ്പോൾ മക്കളെ ഇസ്രായേലിൽ ന്യായാധിപന്മാരായി നിയമിച്ചു. മൂത്ത മകൻ ജോയേലും രണ്ടാമൻ അബിയായും ബെർശബയിൽ ന്യായാധിപന്മാരായിരുന്നു. അപ്പോൾ മക്കളെ ന്യായാധിപന്മാരായിട്ട് സാമുവേൽ നിയമിക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ബെർശബയിൽ ന്യായാധിപന്മാരായിട്ട് ശുശ്രൂഷ ചെയ്തു. പിന്നെ അവർ പിതാവിൻ്റെ മാർഗം പിന്തുടർന്നില്ല, പണമായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നിട്ട് അവർ കൈക്കൂലി വാങ്ങുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അതായത് ന്യായം വിധിക്കാനായിട്ട്, നീതിപൂർവ്വം പെരുമാറാനായിട്ട് ഉള്ള ശുശ്രൂഷ സ്വീകരിച്ചിരുന്ന ന്യായാധിപന്മാർ ഇസ്രായേലിൽ അനീതി പ്രവർത്തിക്കുന്ന ന്യായാധിപന്മാരായിട്ട് മാറുകയാണ്. ഇതാണ് ഈ രാജഭരണം തുടങ്ങാനായിട്ട് പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ ഒന്ന് എന്നുള്ളതാണ്. അത് ജനത്തെ സംരക്ഷിക്കേണ്ട, ജനത്തിന് നീതി ലഭിക്കേണ്ട ഒരു സംവിധാനം, ഈ സംവിധാനം കറപ്റ്റാകുകയാണ്, അഴിമതിയാകാണ്. അപ്പോൾ അത് ഈ 8-ാമത്തെ അധ്യായം തന്നെയാണ് രാജാക്കന്മാരെ ആവശ്യപ്പെടാനായിട്ട് ഇസ്രായേൽ ജനതയെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. രാജാക്കന്മാർ തങ്ങൾക്ക് രാജാക്കന്മാരെ ലഭിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. 1-ാം അധ്യായം 10 മുതലുള്ള വാക്യത്തിൽ, അപ്പോൾ രാജാവിനെ തങ്ങൾക്ക് ലഭിക്കണം, മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് വിജാതരുടെ ഉള്ളതുപോലെ ഞങ്ങൾക്കും രാജാവിനെ ലഭിക്കണം എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടപ്പോൾ സാമുവേൽ അതിന് തടസ്സം പറയുകയാണ്. അപ്പോൾ അദ്ദേഹം തടസ്സം പറയുന്ന കാര്യങ്ങൾ ഓർക്കണം. 8-ാമത്തെ അധ്യായം 1 സാമുവേൽ 8-ാമത്തെ അധ്യായം 10 മുതലുള്ള വാക്യത്തിൽ അദ്ദേഹത്തിൻ്റെ കാരണങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് വായിക്കുന്ന നല്ലതാണ്. രാജാവിനെ ആവശ്യപ്പെട്ടവരോട് കർത്താവിൻ്റെ വാക്ക് സാമുവേൽ അറിയിച്ചു. കർത്താവിൻ്റെ വാക്ക് സാമുവേൽ അറിയിക്കുകയാണ്. നിങ്ങളെ ഭരിക്കാനിരിക്കുന്ന രാജാവ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യും. തൻ്റെ രഥത്തിൻ്റെ മുമ്പിൽ ഓടാൻ തേരാളികളും അശ്വഭടന്മാരുമായി അവൻ നിങ്ങളുടെ പുത്രന്മാരെ നിയോഗിക്കും. അതായത് നിങ്ങളുടെ പുത്രന്മാരെ
ഈ പുതിയതായിട്ട് വരുന്ന രാജാക്കന്മാരെ അടിമകളാക്കും എന്നുള്ളതാണ്. തൻ്റെ രഥത്തിൻ്റെ മുമ്പിൽ ഓടാൻ തേരാളികളും അശ്വഭടന്മാരുമായി അവൻ നിങ്ങളുടെ പുത്രന്മാരെ നിയോഗിക്കും എന്ന് പറയുമ്പോൾ, രാജാക്കന്മാർ വരുമ്പോൾ അവർക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് ഭടന്മാരായിട്ട്, തേരാളികളായിട്ടും അശ്വഭടന്മാരായിട്ടും കുതിരപ്പട്ടാളക്കാരായിട്ടും നിയമിക്കും. നമ്മൾ ഓർക്കണം, നമ്മുടെയൊക്കെ നാടുകളിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. രാജാക്കന്മാർ സംരക്ഷിക്കും. ഇന്നത്തെ രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, നമ്മുടെ മറ്റ് മന്ത്രിമാർ, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ജനത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാന്ന് ഓർക്കണം. ജനത്തിന് വേണ്ടി, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അശ്വഭടന്മാരില്ലായിരിക്കാം. അതിനാണ് 25-30 കാറുകൾ. രണ്ടാകുമ്പടിയോടുകൂടി എന്നുള്ളതാണ്. അവർക്ക് സുരക്ഷിതത്വം ഒരുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മക്കൾ ഓടേണ്ടതായിട്ട് വരും എന്ന് പറയാണ്. അതുകൊണ്ട് ഇത് വേണ്ട എന്ന് പറയാണ്. നമുക്കറിയാമല്ലോ, ചില ടി വിയിലൊക്കെ നമ്മൾ കാണുന്നത് ഓടുക മാത്രമല്ല, വണ്ടി നിർത്തിയിട്ട് അകത്ത് സംരക്ഷണം കൊടുക്കാനിരിക്കുന്ന ആൾക്കാർ ഇവരെ ജനത്തെ തല്ലി ഓടിക്കുന്ന, ക്രൂരമായിട്ട് തല്ലി ഓടിക്കുന്നതായിട്ടുള്ള രംഗങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഉള്ള കാര്യമുണ്ട്. ഇനി അടുത്ത് വായിക്കാം. ആയിരങ്ങളുടെയും അമ്പതുകളുടെയും അധിപന്മാരായി അവൻ അവരെ നിയമിക്കും. ഉഴവുകാരും കൊയ്ത്തുകാരും ആയുധപ്പണിക്കാരും രഥോപകരണ നിർമ്മാതാക്കളുമായി അവരെ നിയമിക്കും എന്നുള്ളതാണ്. അവരുടെ പണിക്കാരായിട്ട് നിയമിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ പുത്രിമാരെ സുഗന്ധതൈലക്കാരികളും പാചകക്കാരികളും അപ്പക്കാരികളുമാക്കും. നിങ്ങളുടെ വയലുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ഒലിത്തോട്ടങ്ങളിലും വെച്ച് ഏറ്റവും നല്ലത് അവൻ തൻ്റെ സേവകർക്ക് നൽകും. രാജഭരണം തൻ്റെ സേവകർക്ക്, തന്നെ ശുശ്രൂഷിക്കുന്നവർ, അവരും രാജാക്കന്മാർ തങ്ങളുടെ കാര്യം മാത്രമല്ല, തങ്ങളെ സേവിക്കുന്നവർക്കും ഈ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള വസ്തുവകകൾ, നിങ്ങളുടെ വയലുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ഒലിവ് തോട്ടങ്ങളിലും വെച്ച് ഏറ്റവും നല്ലത് അവൻ തൻ്റെ സേവകർക്ക് നൽകും എന്നുള്ളതാണ്. ഇന്ന് അതാണ് നടക്കുന്നത്. പാർട്ടിക്കാർക്ക് നൽകുക, ഇതൊക്കെ നൽകും. പിന്നെ നിങ്ങളുടെ ധാന്യങ്ങളുടെയും മുന്തിരിയുടെയും ദശാംശമെടുത്ത് അവൻ തൻ്റെ കിങ്കരന്മാർക്കും ഭൃത്യന്മാർക്കും നൽകും. നമ്മൾ ചിന്തിക്കേണ്ട ഇതിൻ്റെയൊക്കെ കാലിക പ്രസക്തി എന്നുള്ളത് നമ്മൾ ആദ്യത്തെ ഒരു എപ്പിസോഡിൽ പറയണം. എന്താണ് ഈ സാമൂഹ്യ ദർശനത്തിൻ്റെ കാലിക പ്രസക്തി, ഇന്നത്തെ കാലത്തെ പ്രസക്തി എന്ന് പറയുമ്പോൾ, നമ്മുടെ നാടിന്, ഇപ്പം എല്ലാ നാടുകൾക്കും അത് ബാധകമാണെന്ന് പറയുന്നില്ല, ജനാധിപത്യം നിലനിൽക്കുന്നു എന്ന് നമ്മൾ അഹങ്കരിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യൻ്റെ ടാക്സ്, നമ്മൾ കൊടുക്കുന്ന ടാക്സ്, അതെവിടെ പോകുന്നു അവസാനം? അതിൻ്റെ എത്ര ശതമാനം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് കാലിക പ്രസക്തി ഉണ്ടോ എന്നുള്ളത് ഓരോ മനുഷ്യനും, ഓരോ വിശ്വാസിയും പ്രത്യേകിച്ച് ചിന്തിക്കുകയും അതനുസരിച്ച് അതായത് ദൈവത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ചുള്ള വിവരണം, ഇനി എങ്ങനെ മനുഷ്യർ ആ ഇടപെടലിനോട് പ്രതികരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് ബൈബിള് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇനി നിങ്ങളുടെ ദാസന്മാരെയും ദാസികളെയും ഏറ്റവും നല്ല കന്നുകാലികളെയും കഴുതകളെയും അവൻ തൻ്റെ ജോലിക്ക് നിയോഗിക്കും. അവൻ നിങ്ങളുടെ ആട്ടിൻപറ്റത്തിൻ്റെ ദശാംശം എടുക്കും. നിങ്ങൾ അവൻ്റെ അടിമകളായിരിക്കും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ വിലപിക്കും, എന്നാൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ വിലപിക്കും തന്നെയാണ്. അതായത് ജനാധിപത്യത്തിൽ നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ ഈ ഇപ്പോഴത്തെ അഭിനവ രാജാക്കന്മാരെ ഓർത്ത് നമ്മൾ വിലപിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നടക്കുന്നൊരു കാര്യമാണ്. പക്ഷെ കാര്യമില്ല. നമ്മൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനിയിപ്പം ഈ പറയുന്ന അവരുടെ കാലാവധി തീർക്കുന്നത് വരെ സഹിക്കുക എന്നുള്ളതാണ്. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു, ചരിത്രം ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു കാര്യമാണ്. അപ്പം നമ്മൾ പറഞ്ഞു വരിക, അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യും, ഇങ്ങനെയൊക്കെ സംഭവിക്കും, അതുകൊണ്ട് രാജാക്കന്മാരെ വാഴിക്കരുത്, വേണ്ട എന്ന് കർത്താവിൻ്റെ വാക്ക് പറയുകയാണ്. പക്ഷേ നമുക്ക് ചരിത്രം അറിയാം, പക്ഷേ അവരത് കേൾക്കുന്നില്ല, നിർബന്ധിക്കുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് രാജാവിന് കിട്ടണമെന്ന് ആവശ്യപ്പെടുകയാണ്. അവസാനം മറ്റു ജനതകളെപ്പോലെ ഞങ്ങൾക്കൊരു രാജാവ് വേണം, അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങളെ നയിക്കാനും ഞങ്ങളെ സംരക്ഷിക്കാനും ഞങ്ങൾക്ക് വേണ്ടി പടവെട്ടാനും വേണ്ടിയിട്ടാണ്. ഇപ്പം ജനത്തിനെതിരെ പടവെട്ടുന്ന സംവിധാനമാണ് നമ്മൾ കാണുന്നത്. ജനത്തിനെതിരെ പടവെട്ടുന്ന ഒരു ഭരണാധിപന്മാരുടെ സംവിധാനം നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം.
സാറ് പറഞ്ഞത് ശരിയാണ്. തിരഞ്ഞെടുത്ത ജനത്തെ വെല്ലുവിളിക്കുന്ന ഒരു രാജഭരണത്തെക്കുറിച്ച് ഇങ്ങനെ ജനത്തെ വെല്ലുവിളിക്കും, ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാകില്ല എന്ന് സാമുവേൽ പറയുകയാണ് ജനത്തോട്. പക്ഷേ ജനം അത് കേൾക്കുന്നില്ല. പക്ഷേ പിന്നീട് കർത്താവ് നിർദ്ദേശിച്ച പ്രകാരം സാമുവേൽ ഇസ്രായേൽക്കാർക്ക് രാജാക്കന്മാരെ നൽകുകയാണ്, രാജാവിനെ നൽകുകയാണ്. ആദ്യത്തെ രാജാവ് സാവൂളാണ്, സാവൂളിനെ നൽകുന്നു. പക്ഷേ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, ഇസ്രായേലിൻ്റെ രാജഭരണ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. വളരെ ചുരുക്കമായിട്ടുള്ള രാജാക്കന്മാർ മാത്രമേ ഇസ്രായേൽ ജനത്തെ നന്നായിട്ട് ഭരിച്ചുള്ളൂ എന്നുള്ളതാണ്. അതായത് ദൈവത്തിൻ്റെ അഭീഷ്ടപ്രകാരമുള്ള ഭരണം നടന്നു എന്നുള്ളതാണ് ഉള്ളത്. വളരെ ചുരുക്കം ആളുകളാണ്. അതായത് സാമുവേൽ എന്ത് ഭയപ്പെട്ടോ അത് സംഭവിച്ചു എന്ന് പറയുന്നത്. അത് സോളമൻ്റെ കാലത്ത് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. സോളമൻ ദാവീദ് കഴിഞ്ഞിട്ട് രാജാവായിട്ട് വന്ന അദ്ദേഹത്തിൻ്റെ പുത്രനാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ സംഭവിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൊണ്ട് ഹെവി ടാക്സേഷനാണ്. അതായത് ജനത്തിന് സഹിക്കാൻ പറ്റാത്തതിലധികമായിട്ടുള്ള വലിയ നികുതിയാണ്. നികുതി ഭാരം ജനത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ സോളമന് ഒരുപാട് ഈ കൊട്ടാരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യമാർക്ക് വേണ്ടിയിട്ടൊക്കെ നിർമ്മിച്ചു എന്നുള്ളതാണ്. ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി. എങ്ങനെയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സേവകർ ഒരുപാട് പേരാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയൊക്കെ സേവിക്കാൻ തന്നെ ഒരുപാട് മനുഷ്യരുണ്ട്. ഉദാഹരണമായിട്ട് 1 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ 7 മുതലുള്ള വാക്യങ്ങൾ. രാജാവിനും കുടുംബത്തിനും ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സോളമന് ഇസ്രായേലിൽ ആകെ 12 പേരുണ്ടായിരുന്നു. അതായത് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള 12 പേരുണ്ടായിരുന്നു. ഓരോരുത്തർ ഓരോ മാസത്തേക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു. അവർ എഫ്രായിം മലനാട്ടിൽ ബെൻഹൂർ മാക്കസ് അവരുടെ പേരാണ് പറയുന്നത്. ഇനി അവർക്ക് ശുശ്രൂഷ ചെയ്തിരുന്ന ആളുകളെ കുറിച്ച് എന്നെ പറയുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് ദാസ്യവേലയ്ക്കായിട്ട് സോളമൻ നിയമിക്കുന്നു. സോളമൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പം സാമുവേൽ എന്ത് ഭയപ്പെട്ടോ അത് പിന്നീട് സംഭവിക്കുന്നു. പ്രത്യേകിച്ച് സോളമൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പുത്രൻ ഭരണമേറ്റെടുത്തപ്പോൾ, റെഹോബോവാം ഭരണമേറ്റെടുത്തപ്പോൾ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീടുള്ള എപ്പിസോഡിൽ സംസാരിക്കാം. യേശുവിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഇത്രയും സമയം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇസ്രായേലിലെ നിർധനരെയും പാവപ്പെട്ടവരെയും ആലംബഹീനരെയും ഒക്കെ സംരക്ഷിക്കാനായി ദൈവം ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കി. ആ നിയമങ്ങൾ അനുസരിക്കുന്നുണ്ടോ, നിയമങ്ങൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനായി അതിനു വേണ്ടി ന്യായാധിപന്മാരെ ദൈവം നിയമിച്ചു. പക്ഷേ ആ ന്യായാധിപന്മാർ പോലും കൈക്കൂലിക്കാരും അവർ അഴിമതിക്കാരുമായി തീർന്നു എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. തുടർന്ന് ന്യായാധിപന്മാരെ പിന്നീട് തുടർന്ന് രാജാക്കന്മാരെ ആവശ്യപ്പെടുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തുടർന്നുള്ള എപ്പിസോഡിൽ പങ്കുവയ്ക്കുന്നതാണ്. ഇക്കാര്യങ്ങൾ ഇത്രയും സമയം നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ബൈബിളിലെ സാമൂഹ്യ ദർശനം, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.